നമ്മളെ ബെഡ്റൂം മുകളിലായതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ബ്രഷൊക്കെ ചെയ്തിട്ടാണ് താഴെ മെയിൻ ഡോർ തുറക്കാൻ പോകാറ്. ഇന്നും എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തു മെയിൻ ഡോർ തുറന്ന് കുറച്ച് സമയം ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും. ആ സമയം എനിക്ക് കുറച്ച് കിളി പോയ അവസ്ഥയാണ്, ബോധാവസ്ഥയിലായിരിക്കും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എൻ്റെ മൈൻഡൊക്കെ റെഡി ആവുള്ളൂ. ഞാൻ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങളായിട്ട് എഴുന്നാക്കാറുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ പണികളൊക്കെ സെറ്റാക്കി വെക്കും. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വെള്ളപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് വെള്ളപ്പാണ്. അപ്പോൾ വെള്ളപ്പത്തിന് മാവ് അരയ്ക്കുന്ന ദിവസം ഞാൻ ഏകദേശം 2-3 ദിവസം അടുപ്പിച്ച് വെള്ളപ്പം തന്നെയായിരിക്കും. കാരണം ഇതൊറ്റയ്ക്ക് ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടത്. അപ്പം ഡെയിലി മാറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മാവ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് ഞാൻ ചെയ്യാറ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റാക്കിയതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാകുന്നത് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് വെച്ചാൽ കൊലായി ഒന്ന് ഞാൻ അടിച്ചു വാരി തുടച്ചിടും. കാരണം എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ വരുമ്പോൾ എപ്പോഴും കൊലായിലേക്കാണ് ഫസ്റ്റ് കയറുക. അപ്പോൾ ഞാനത് നേരത്തെ എല്ലാ പണിയും ചെയ്തു വെക്കും. ദെൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ആണ് ഞാൻ അടുത്ത ഹോളും റൂമും ഒക്കെ അടിച്ചു വാരി തുടയ്ക്കാറ്. മേലെ വല്ലപ്പോഴും ആണ് അടിച്ചു വാരി തുടയ്ക്കുക. പൊടി നിറയുന്നതിനനുസരിച്ച് അടിച്ചു വരും, പക്ഷേ തുടയ്ക്കുക മാസത്തിലൊരു 2-3 തവണ മാത്രമാണ്. അപ്പോൾ താഴെ എപ്പോഴും മാക്സിമം ക്ലീൻ ആക്കി ഇടാൻ നോക്കും. പിന്നെ എൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ എനിക്ക് ചെറുതായിട്ടൊന്ന് മിസ്സായി, ഞാൻ എടുത്തിട്ടില്ല. ഫുഡ് കഴിക്കുന്നതും എടുത്തിട്ടില്ല, കാരണം ആ സമയം ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ലഞ്ചിനേക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ നേരെ പോയി കുളിച്ചു, ലഞ്ചൊക്കെ കഴിച്ചു. ഞങ്ങൾ അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഒരു ഉറക്കം പതിവുള്ളതാണ്, പക്ഷേ ഇന്ന് ഉറങ്ങിയിട്ടില്ല. നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത്. അങ്ങനെ 1-2 മണിക്കൂർ ഞങ്ങൾ മഴയൊക്കെ കണ്ട് അവിടെ തന്നെ ഇരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ വിളക്ക് കത്തിച്ചു. ഇതൊക്കെയാണ് ഒരു ഡേ ടൈമിലുള്ള എൻ്റെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. എൻ്റെ വീട്ടിലാകുമ്പോൾ ഇത് നേരെ ഉൾട്ടയാണ്. ഇതൊന്നും നടക്കാറില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം എടുക്കാനും ഉണ്ടാവാറില്ല. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ മടിയാണ്. ഏകദേശം ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3-3:30 മുതൽ ഒരു 7 മണി വരെയുള്ള ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായയിലേക്കുള്ള പരിപാടി നോക്കൂ. ഈവനിങ് ഒരു ചായ എന്തായാലും മസ്റ്റാണ്. എനിക്കില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് ഓറിയോ ബിസ്ക്കറ്റും അതേപോലെ തന്നെ ഡാർക്ക് ഫാൻറ്റസി ഉണ്ടായിരുന്നു ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട 2 ബിസ്ക്കറ്റാണ്. എനിക്ക് ബിസ്ക്കറ്റുകളിൽ ആകെ താല്പര്യമുള്ള ഈ 2 സാധനം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു 3-3:30 മുതൽ 7 മണി വരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈം എന്നുള്ളത്. കാരണം 3 മണിക്ക് ശേഷം എൻ്റെ പണികളൊക്കെ കഴിയും. പിന്നെ ഒരു 7 മണി വരെ ഞാൻ ഏകദേശം ഒരു ഫ്രീ ആണ്. നിഖിലേട്ടൻ്റെ കൂടെ സംസാരിച്ചിരിക്കാനൊക്കെ ടൈം കിട്ടും. അത് കഴിഞ്ഞാൽ മൂപ്പര് ഈവനിങ്ങിൽ ചായ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് പോകും. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് സംസാരിച്ചിട്ട് ഒരു 9-10 മണിയാവും തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഒറ്റയ്ക്കാണ്. നിഖിലേട്ടൻ പുറത്ത് പോയി ഞാൻ മാക്സിമം ചെയ്യാറുള്ളത് അലക്കി വെച്ചതൊക്കെ മടക്കി വെക്കാനുണ്ടാവും, പിന്നെ എഡിറ്റ് ചെയ്യാനുണ്ടാവും. ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ആ സമയത്ത് ചെയ്യാറുള്ളത്. വരുന്ന സമയത്ത് ഞാൻ പാലും ശർക്കരയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശർക്കര ഇല്ലാത്തതുകൊണ്ട് ശർക്കര പൊടിയാണ് കൊണ്ടുവന്നത്. നമുക്ക് നാളെ അട ചുടാം. അതിനിടയ്ക്ക് നിഖിലേട്ടൻ പോയി ഫ്രഷ് ഒക്കെ ചെയ്ത് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇന്ന് മമ്പയറും മത്തനും ആയിരുന്നു കറി. അച്ചാറ്, ഉപ്പേരി, പപ്പടം, ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കഴിക്കാനുള്ള മെഡിസിൻസ് ഒക്കെ കഴിച്ച് ഞാൻ കിടന്നുറങ്ങാൻ പോകണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.